ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ തടി കൂടുമ്പോഴും അതേപോലെ നമുക്ക് ഹോർമോണിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്തൊക്കെ, അതേപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പ്രസവശേഷമൊക്കെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള കറുപ്പ് നിറം വരാറുണ്ട്. അത് ഭയങ്കര ബോറായിട്ടാണ്, നമുക്ക് പലർക്കും അത് ഭയങ്കര ഒരു വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണിത്. കഴുത്തിലെ കറുപ്പ് മാത്രമല്ല, കൈമുട്ടിലെ കറുപ്പ്, കാൽമുട്ടിലെ കറുപ്പ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ കറുപ്പുകളെല്ലാം മാറാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. നമുക്ക് 1 ടീസ്പൂണ് വരെ ബേക്കിംഗ് സോഡ എടുക്കാം. ആ ഒരു ബേക്കിംഗ് സോഡയിലേക്ക് നമുക്ക് വേണ്ടത് അരമുറി ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങേൻ്റെ നീരല്ല കേട്ടോ, ഇതേപോലെയുള്ള ചെറുനാരങ്ങ എടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഞെക്കി കൊടുക്കുക. അതായത് ഇങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നീര് പുറത്തേക്ക് വരുമല്ലോ, അങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബേക്കിംഗ് സോഡയിലേക്ക് അതൊന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മളൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതൊന്നിങ്ങനെ പതഞ്ഞ് പൊങ്ങുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങ നീരും ചേരുമ്പോൾ അതൊന്ന് പതഞ്ഞ് വരും കേട്ടോ. ഈ പതഞ്ഞ് വരുന്ന ആ ഒരു സംഭവം നമ്മുടെ കറുത്ത പാടുള്ള ഭാഗത്തേക്ക് തേച്ച് കൊടുക്കുക. അതായത് നമ്മുടെ നെക്കിലാണുള്ളത് എന്ന് വെച്ചാൽ നെക്കിൽ തേച്ച് കൊടുക്കുക. ഇത് മെയിനായിട്ട് നമ്മുടെ നെക്കിലുള്ള കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ടാണല്ലോ മെയിനായിട്ട് എല്ലാവരും മെയിൻ ചെയ്യുന്നത്. അതിനാണ്. നിങ്ങൾക്ക് നെക്കിലുള്ള കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല, കൈമുട്ട്, കാൽമുട്ട്, എല്ലാ അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഉള്ള കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങളിലെല്ലാം നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. പിന്നെ ഞാനിത് പ്രത്യേകം എടുത്ത് പറയുകയാണ്, ഒരിക്കലും നിങ്ങളിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം നമ്മുടെ മുഖത്തിൻ്റെ ഉള്ള സ്കിന്നിലേക്ക് ഈ ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങ നീരും ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് തേച്ച് കൊടുക്കാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നിന് ദോഷം ചെയ്യും. ഇത് നെക്കിലും അതുപോലെ തന്നെ കാൽമുട്ട്, കൈമുട്ട്, കക്ഷ എന്നിവിടങ്ങളിലെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഇത് 3 മിനിറ്റ് ഉറപ്പായിട്ട് നിങ്ങൾ ഇതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. കുറേ നേരം വെക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. 3 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം അങ്ങ് കഴുകിക്കളയാം. അപ്പോൾ ആദ്യത്തെ യൂസിൽ തന്നെ ആ ഒരു കറുപ്പ് നിറം, ഭയങ്കരമായിട്ടുള്ള ആ ഒരു കറുപ്പ് നിറം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങളിത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുളിക്കുന്നതിന് മുന്നേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വീക്കിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു 3 പ്രാവശ്യം ചെയ്യുമ്പം തന്നെ നിങ്ങൾ ആ ഒരു കറുപ്പ് നിറം നന്നായിട്ട് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം, അതായത് ആഴ്ചയിൽ 3 പ്രാവശ്യം നിങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീട് ആഴ്ചയിൽ 1 പ്രാവശ്യമായിട്ട് അത് കുറച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ. പിന്നെ അത് കംപ്ലീറ്റ് മാറിക്കോളും. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴല്ലോ ഒരിക്കലെല്ലാം ചെയ്താലും മതി പിന്നീട്. അപ്പോൾ അത് കംപ്ലീറ്റ് നിങ്ങളെ കാൽമുട്ടിലെ, കൈമുട്ടിലുള്ള, കഴുത്തിലുള്ള കറുപ്പ് പൂർണ്ണമായി മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതൊരിക്കലും ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മളെ മുഖത്തിൻ്റെ സ്കിന്ന് പോലെയല്ല ബാക്കി കഴുത്തിലും കാൽമുട്ടിലുള്ള സ്കിന്ന്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് മുഖത്തിന് നല്ലതല്ല. ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങയും ഡയറക്റ്റ് കൊടുക്കുന്നത് മുഖത്തിന് നല്ലതല്ല. അപ്പോൾ നല്ല റിസൾട്ടായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.